ഡിസൈൻ ഓഫ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന്റെ അഞ്ചാമത്തെ ലെക്ചറാണ് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത്. ഈ ലെക്ചറിൽ ഞാൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിന്റെ ബേസിക് പ്രിൻസിപ്പിൾസും അതിന്റെ കൺസെപ്റ്റ്സും കോഡ് ആൻഡ് പ്രൊവിഷൻസും അതുകൂടാതെ അസംഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ 3 ഡിസൈൻ ഫിലോസഫീസിൽ ഒരെണ്ണമാണ്. വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അൾട്ടിമേറ്റ് സ്ട്രെങ്ത് മെത്തേഡ്, തേർഡ് വൺ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് നമുക്ക് ഒരു റാഷണൽ മെത്തേഡ് അല്ലെങ്കിൽ സെമി പ്രോബബിലിസ്റ്റിക് അപ്രോച്ച് എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. കാരണം അത് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി കാറ്റഗറി രണ്ടും കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഡിസൈൻ പ്രിൻസിപ്പിൾ റെഡിയാക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന IS 456-2000 എന്ന കോഡ് ബുക്ക് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഡിസൈൻ ബേസ്ഡ് ആണ്. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിന് 2 പാർട്സ് ഉണ്ട്. ദ ഫസ്റ്റ് പാർട്ട് ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ്. ദ സെക്കൻഡ് പാർട്ട് ഇസ് ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് സർവീസബിലിറ്റി എന്ന് പറയുന്നു. ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് കൊളാപ്സ് എന്നത് സേഫ്റ്റി ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. അതായത് ലിമിറ്റ് സ്റ്റേറ്റ് കൊളാപ്സ് ഇൻക്ലൂഡ്സ് ഫ്ലെക്ചർ, ഷിയർ, ബോണ്ട് ആൻഡ് ടെൻഷൻ ആൻഡ് സോ ഓൺ. That is, the structure should withstand under all these conditions. That is what we say under limit state of collapse. The second one is limit state of serviceability. ഇതിനകത്ത് നമ്മൾ ഡിഫ്ലക്ഷൻ ക്രൈറ്റീരിയ, ക്രാക്ക് വിഡ്ത്ത്, അതേപോലെ കൊറോഷൻ എന്നീ എഫക്ട്സ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇതിന്റെ ഓരോന്നിന്റെയും ചെക്ക് നമ്മൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് ഓഫ് മെത്തേഡ് ഡിസൈനിൽ നമ്മൾ ഓരോ ബീമിന്റെയും കോളത്തിന്റെയും എല്ലാ സ്ട്രക്ചറിന്റെ ഓരോ മെമ്പേഴ്സും നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഡിസൈനിന് 2 പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് limit state of collapse. The second part is limit state of serviceability. Okay. ഇത് കൂടാതെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനകത്ത് ഫോർ ദ സേക്ക് ഓഫ് സേഫ്റ്റി നമ്മൾ 2 പാർഷ്യൽ സേഫ്റ്റി ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ് ബുക്കിലുള്ള കാര്യങ്ങൾ അത് കറസ്പോണ്ടിങ് എന്തൊക്കെയാണ് ക്ലോസ് നമ്പേഴ്സ് ഞാനത് നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ വാട്ട് ഇസ് വേരിയസ് ഡിസൈൻ വാല്യൂസ് എന്ന് നോക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ ആണ്. ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ ലോഡ് അത് എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് ബിൽഡ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അത് സസ്റ്റെയിൻ ചെയ്യേണ്ട ലോഡ് നമുക്ക് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ സെയിം ലോഡ് എടുക്കാൻ പാടില്ല. കാരണം സെയിം ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻ കേസ് ഓഫ് എനി ആക്സിഡന്റൽ ലോഡ്സ് ആഡ് ആയി കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ബ്രിഡ്ജിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ബ്രേക്ക് ആവും അല്ലെങ്കിൽ കൊളാപ്സ് ആവും. ഇത് വരാൻ പാടില്ല എന്നതാണ് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിനകത്തുള്ള പ്രിൻസിപ്പിൾ. സോ വാട്ട് വി ഡു ഇസ് വി യൂസ് എ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ, that is gamma m and gamma f. Okay, gamma m and gamma f. These are the 2 partial safety factors. One is called the material factor, the other one is load factor. One is material factor, other is load factor. എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നത്? ഒന്ന് കോൺക്രീറ്റ് ഡിസൈൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, മറ്റേത് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീലുമാണ്. കോൺക്രീറ്റിന് ഒരു മെറ്റീരിയൽ ഫാക്ടർ 1.5 അതേപോലെ സ്റ്റീലിന് ഒരു മെറ്റീരിയൽ ഫാക്ടർ 1.15 സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോഡ് ബുക്കിലെ ക്ലോസ് നമ്പർ 36.4. അതേപോലെ തന്നെ നമുക്ക് ലോഡിന് ഒരു ഫാക്ടർ യൂസ് ചെയ്യുന്നുണ്ട്. അത് സെയിം പേജിൽ ടേബിൾ 18 കൊടുക്കുന്നു. നോർമലി ലോഡ് ഫാക്ടർ ഇസ് 1.5. സം കേസസ് ഇറ്റ് ബി 0.8 ഓൾസോ. ഇതൊക്കെയാണ് വേരിയസ് ഫാക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ ഫാക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. അപ്പം ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ഓഫ് എനി മെറ്റീരിയൽ is divided by the particular material load factor. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിനൊരു പർട്ടിക്കുലർ സ്ട്രെങ്ത് ഓൾറെഡി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്രയും സ്ട്രെങ്ത് ഇല്ല അല്ലെങ്കിൽ സ്ട്രെങ്ത് കുറച്ചും കൂടി കുറവാണ് എന്ന് അസ്യൂം ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് 20 ആണ് സ്ട്രെങ്ത് എങ്കിൽ നമുക്ക് അതിനെ ഡിവൈഡ് ബൈ സം ഫാക്ടർ, ഫോർ എക്സാമ്പിൾ 1.5 വെച്ച് ഡിവൈഡ് ചെയ്ത് ചെറിയ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സേഫ് ആക്കി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക, ഡിസൈൻ വാല്യൂസ് എന്ന രീതിയിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് കോഡ് ബുക്കിൽ. അതായത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയൽ ഇസ് ഗിവൺ ബൈ ദ ലോഡ് ഡിവൈഡഡ് ബൈ ദ മെറ്റീരിയൽ ഫാക്ടർ. സ്ട്രെങ്ത് ഓഫ് എ മെറ്റീരിയലിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറുതാക്കുകയും അതേപോലെ തന്നെ ലോഡ്, ഡിസൈൻ ലോഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ലോഡിനെ മൾട്ടിപ്ലൈ ചെയ്ത് അത് ഹയർ വാല്യൂയിലേക്ക് എടുക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ ബ്രിഡ്ജ് പോലൊരു സ്ട്രക്ചർ ഉണ്ട്, അതിന് മുകളിൽ കൂടെ ഒരു 1000 കിലോമീറ്ററിനാണ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ ലോഡിനെ മൾട്ടിപ്ലൈഡ് ബൈ സം ഫാക്ടർ, ഫോർ എക്സാമ്പിൾ ലോഡ് ഫാക്ടർ 1.5 ആണെന്ന് വിചാരിക്കുക. 1.5 എന്നൊരു ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലോഡ് എത്രയായി? 1000 × 1.5 1500 കിലോമീറ്ററിലേക്ക് ആയി. അപ്പൊ ഡിസൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി സസ്റ്റെയിൻ ചെയ്യുന്ന ലോഡിനെക്കാട്ടും കുറച്ചുകൂടി കൂടുതൽ ലോഡ് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രിഡ്ജ് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ വിൽ ബി മോർ സേഫ്. അപ്പൊ അതാണ് രണ്ടാമത്തെ ഡിസൈൻ വാല്യൂസ്. ഡിസൈൻ വാല്യൂസ് ഫോർ സ്ട്രെങ്ത് ആൻഡ് ഡിസൈൻ വാല്യൂസ് ഫോർ ലോഡ്. സ്ട്രെങ്തിനെ നമ്മൾ ഡിമിനിഷ് ചെയ്യുന്നു അല്ലെങ്കിൽ ചെറുതാക്കുന്നു, ലോഡിനെ നമ്മൾ
മൾട്ടിപ്ലൈ ചെയ്ത് ഹയർ വാല്യൂയിലേക്ക് കൺസിഡർ ചെയ്യുന്നു. ഈ രണ്ട് കൺസിഡറേഷൻസ് കാരണമാണ് എന്ത് നമ്മുടെ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിനകത്ത് സേഫ്റ്റി ആൻഡ് സർവീസബിലിറ്റി ക്രൈറ്റീരിയസ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിനകത്ത് രണ്ട് മേജർ ടോപ്പിക്സ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്താണെന്നും രണ്ടാമത് ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്താണെന്നും ആണ്. ഇത് രണ്ടും കോഡ് ബുക്കിൽ ക്ലോസ് നമ്പേഴ്സിൽ കിടപ്പുണ്ട് ഡെഫിനിഷൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് നോക്കാം. The value of strength of any material below which not more than 5% of the test results are expected to fall. നമ്മൾ എല്ലാവരും ക്യൂബ് കാസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, അതിനെ പറ്റി പഠിച്ചിട്ടുണ്ട് സിറ്റിയിലൊക്കെ. അപ്പോൾ ക്യൂബ് കാസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പർട്ടിക്കുലർ നമ്മൾ ഏത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് യൂസ് ചെയ്യുന്നോ അതിന്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ M20 എന്ന് പറയുമ്പോൾ അതിന്റെ യൂസ് എന്താ, ആഫ്റ്റർ 28 ഡേയ്സ് നമ്മൾ ക്യൂർ ചെയ്തതിനു ശേഷം സ്ട്രെങ്ത് കമേഴ്ഷ്യൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ 20 MPa ആണെന്ന് പറയുന്നുണ്ട്. ഈ ഇതിനെ എന്ത് പറയും, ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയും. ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് കംപ്രസീവ് സ്ട്രെങ്ത് ആണെങ്കിൽ തന്നെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ not more than 5% of the test results are expected to fall below this value. അതായത് ഒരു 100 ടെസ്റ്റ് സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരേപോലത്തെ 100 M20 കോൺക്രീറ്റിന്റെ 100 സാമ്പിൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മേ ബി മാക്സിമം ഒരു 5 സാമ്പിൾസ് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഈ 20 MPയെക്കാട്ടും ചെറിയ വാല്യൂ നമുക്ക് കിട്ടാൻ പാടുള്ളൂ. ഇതാണ് അങ്ങനെയുള്ള ടെസ്റ്റ് റിസൾട്ട്സിനെയാണ് എന്ത് വിളിക്കുക, ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് എന്ന് വിളിക്കുക. ഓക്കെ, 100 സാമ്പിളിൽ 5 എണ്ണം മാത്രമേ ആ വാല്യൂവിനെക്കാട്ടും ചെറുതാവാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ടേബിൾ 2-നകത്ത് ഈ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, ടേബിൾ 2. ഓക്കെ, അതേപോലെ തന്നെ വാട്ട് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ലോഡും കൂടി നമുക്ക് അറിയാം. അപ്പം ഇത് സ്ട്രെങ്തിനെ പറ്റി പറഞ്ഞു, ഇത് ലോഡിനെ പറ്റി പറയുന്നു. ഓക്കെ, അപ്പോൾ ദ വാല്യൂ ഓഫ് ലോഡ് വിച്ച് ഹാസ് a 95% probability of not being exceeded in the lifetime of the structure. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ സ്ട്രെങ്ത് എക്സീഡ് ചെയ്യാൻ പാടില്ല, ഏതാണ് കുറയാനോ കൂടാനോ പാടില്ല 5% ഓഫ് ടെസ്റ്റസിനെക്കാട്ടും. അതേപോലെ തന്നെ ഇതിനകത്ത് ലോഡ് ചാൻസ് ഓഫ് എക്സീഡിങ് ദാറ്റ് പർട്ടിക്കുലർ ലോഡ്, വാട്ട് ഇസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ലോഡിനെ എക്സീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് 95% ചാൻസ് ഈ ലോഡിനെക്കാട്ടും ഒരിക്കലും വാല്യൂ എക്സീഡ് ചെയ്യത്തില്ല എന്നൊരു അസംഷനിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിനെയാണ് വിളിക്കുക ക്യാരക്ടറിസ്റ്റിക് ലോഡ് എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ടേംസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഫർദർ ഡിസൈനിന്റെ സമയത്ത് നമുക്ക് ഈ ടേംസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മൾ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് ഡിസൈനിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ബേസിക് അസംഷൻസ് എന്താണെന്ന് ഒന്ന് നോക്കാം. വേരിയസ് അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് കൊളാപ്സിൽ ആദ്യം ഫ്ലഷർ കണ്ടീഷൻ എടുക്കുന്നത്. നമ്മൾ പറഞ്ഞു ലിമിറ്റ് സ്റ്റേറ്റിന് രണ്ട് മെത്തേഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് കൊളാപ്സും രണ്ടാമത് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് സർവീസബിലിറ്റി. അതിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് കൊളാപ്സ് അല്ലെങ്കിൽ നമ്മൾ സേഫ്റ്റിയുടെ ക്രൈറ്റീരിയ കൺസിഡർ ചെയ്യുന്ന ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഓഫ് കൊളാപ്സിൽ ഫ്ലക്ഷർ അല്ലെങ്കിൽ ബെൻഡിങ് ക്രൈറ്റീരിയ വരുമ്പോൾ എന്തൊക്കെയാണ് അസംഷൻസ് കൺസിഡർ ചെയ്യേണ്ടത് നോക്കാം. എന്നാലും നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അസംഷൻ എന്താണെന്ന് വെച്ചാൽ plane sections normal to the axis remains plane even after bending എന്നുള്ളതാണ്. അതായത് ഒരു സാധാരണ ഒരു ബീം എടുക്കുക, ബീമിന്റെ ന്യൂട്രൽ ആക്സിസ് ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്, ന്യൂട്രൽ ആക്സിസ്. ഓക്കെ, ന്യൂട്രൽ ആക്സിസ് എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ്, വേർ സ്ട്രെസ് ഇസ് 0. ന്യൂട്രൽ ആക്സിസ് ഉണ്ടാവും. ഇപ്പൊ ഈ ബീം ലോഡ് കാരണം ബെൻഡ് ചെയ്യുകയാണെങ്കിൽ if we consider any section in both these figures, രണ്ട് കേസസിലും എന്താണ് ആ സെക്ഷൻ കൺസിഡർ ചെയ്താൽ അത് പ്ലെയിൻ സെക്ഷൻസ് normal to the action remains plane even after bending. ബെൻഡിങ്ങിന് ശേഷവും ന്യൂട്രൽ ആക്സിസ് എല്ലാം നോർമൽ തന്നെയായിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലോഡിന് നോർമൽ ആയിട്ട് തന്നെയായിരിക്കും ന്യൂട്രൽ ആക്സിസ് ഇരിക്കുന്നത് ഏതെങ്കിലും സെക്ഷൻ കട്ട് ചെയ്താൽ. ഇനിയാണ് പ്ലെയിൻ സെക്ഷൻസ് റിമെയിൻസ് നോർമൽ ഈവൻ ആഫ്റ്റർ ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ എന്താണ്, മാക്സിമം സ്ട്രെയിൻ ആണ് പറയുന്നത്. നമ്മളിപ്പം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ നമ്മൾക്ക് കുറെ സ്ട്രെസ് സ്ട്രെയിൻ ഫിഗേഴ്സ് നമ്മൾ വരച്ചിട്ടുണ്ട്, കർവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിസിലാണ് നമുക്കിവിടെ സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഒക്കെ കോഡ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫിഗർ നമ്പർ 21 to 23. ഓക്കെ, അത് നമുക്ക് കോഡ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ പേജ് നമ്പർ 68 to 69, 70 ആ റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് മാക്സിമം സ്ട്രെയിൻ എന്ന് പറയുന്നത് ഇൻ കോൺക്രീറ്റ് ഇൻ ഔട്ടർ മോസ്റ്റ് ഫൈബർ ഇസ് 0.0035 എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് നമുക്കൊരു ബീം എടുക്കാം. ബീം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഒരു സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീമാണ്. സിംഗിളി റീഇൻഫോഴ്സ്ഡ്, വൈ സിംഗിളി റീഇൻഫോഴ്സ്ഡ്? ബിക്കോസ് വി ആർ പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെന്റ് only in the tension zone. നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് എവിടെ കൊടുക്കേണ്ടത്, കോൺക്രീറ്റ് ഈസ് വീക്ക് ഇൻ ടെൻഷൻ എന്നറിയാവുന്നതുകൊണ്ട് ഇവിടെ ടെൻഷൻ സോൺ ഓഫ് കോൺക്രീറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. ടെൻഷൻ സോണിൽ മാത്രം കൊടുക്കുകയാണെങ്കിൽ എന്ത് വിളിക്കും, സിംഗിളി റീഇൻഫോഴ്സ്ഡ് ബീം എന്ന് വിളിക്കും.
അപ്പോൾ സാധാരണ ഒരു ബീം എടുക്കുന്നു, അതിന്റെ ടെൻഷൻ സോണിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നു, അതിനെ സിംഗിൾ റീഇൻഫോഴ്സ് ബീം എന്ന് വിളിക്കുന്നു. ടോട്ടൽ ഡെപ്ത് ഉണ്ടല്ലോ, ടോട്ടൽ ഓവറോൾ ഡെപ്ത്, ഇതിനെയാണ് ക്യാപിറ്റൽ ഡി വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഓവറോൾ ഡെപ്ത്, കോൺക്രീറ്റിന്റെ ഫുൾ ഡെപ്ത്. ഈ ഫുൾ ഡെപ്തിനെ നമുക്ക് സ്മോൾ ഡിയും അതിൻ്റെ കൂടെ കവറും കൂടി ആഡ് ചെയ്തെടുക്കാൻ പറ്റും. സ്മോൾ ഡി എന്ന് പറയുന്നത് എഫക്റ്റീവ് ഡെപ്ത് ആണ്, അതായത് ടോപ്പ് മോസ്റ്റ് ഫൈബർ തൊട്ട് ഏറ്റവും റീഇൻഫോഴ്സ്മെന്റ് സെന്റർ വരെയുള്ള ആ പൊസിഷൻ, ആ ലെങ്തിനെയാണ് വിളിക്കുക എഫക്റ്റീവ് ഡെപ്ത് എന്ന് വിളിക്കുന്നത്. എന്താണ് എഫക്റ്റീവ് ഡെപ്ത്. മറ്റേതെന്താണ് ക്യാപിറ്റൽ ഡി എന്താണ് ഓവറോൾ ഡെപ്ത് ആണ്, ഓവറോൾ ഡെപ്ത് ക്യാപിറ്റൽ ഡി. ഓക്കെ, ഈ രണ്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ക്യാപിറ്റൽ ഡിയും സ്മോൾ ഡിയും ആണ് നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ AST എന്ന് പറയുന്നത് ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. AST എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്റ്റീൽ ആണ്. അപ്പൊ ഈ സ്റ്റീലിന്റെ ഏരിയ ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. 3 സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് കട്ട് ചെയ്ത സെക്ഷൻ ആണ്, റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നതിന്റെ കട്ട് ചെയ്ത സെക്ഷൻ ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ സിംഗിൾ റീഇൻഫോഴ്സ് ബീം കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ ടോപ്പ് മോസ്റ്റ് ഫൈബറിന്റെ സ്ട്രെയിന്റെ, കോൺക്രീറ്റ് സ്ട്രെയിന്റെ വാല്യൂ എവിടെയാണ്? കോൺക്രീറ്റ് കൂടുതൽ മുകളിലേക്കാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ടെൻഷൻ സോണിൽ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് സ്റ്റീൽ ആണുള്ളത്. അപ്പൊ കോൺക്രീറ്റിന്റെ ഔട്ടർ മോസ്റ്റ് ഫൈബറിലെ സ്ട്രെയിന്റെ വാല്യൂ 0.0035 എന്നാണ് നമ്മൾ എടുക്കേണ്ടതാണ് കോഡ് ബുക്കിലെ അസംഷൻ. നമുക്ക് സ്ട്രെയിൻ ഡയഗ്രാം വരയ്ക്കാം. സ്ട്രെയിൻ ലീനിയർ ആയിട്ട് പോകും എന്നുള്ള ഒരു അസംഷൻ കൂടിയുണ്ട്. അപ്പം സ്ട്രെയിൻ എപ്പോഴും ലീനിയർ ആയിട്ട് പോകും, കാരണം പ്ലെയിൻ സെക്ഷൻ പ്ലെയിൻ ആയതുകൊണ്ട് എപ്പോഴും സ്ട്രെയിൻ എപ്പോഴും ലീനിയർ സ്ട്രെയിൻ ആയിരിക്കും. അതുകൊണ്ട് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫൈബറിലെ കോൺക്രീറ്റിന് മുകളിലത്തെ പോർഷൻ ആണ് അല്ലെ, കോൺക്രീറ്റ് ടോപ്പ് മോസ്റ്റ് ഫൈബറിലുള്ള സ്ട്രെയിന്റെ വാല്യൂ 0.0035 ആയിട്ട് കൺസിഡർ ചെയ്യാം. അടുത്ത എന്താണെന്ന് നോക്കാം. The stress block may be assumed to be rectangle, trapezoidal or parabola, whichever as per the requirement. ഏതാണ് റിക്വയർമെന്റ് അതനുസരിച്ച് നമുക്ക് സ്ട്രെസ് ബ്ലോക്കിനെ ട്രപ്പീസോയിഡ് ആയിട്ടോ പാരബോള ആയിട്ടോ റെക്ടാംഗിൾ ആയിട്ടോ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇൻ അഗ്രിമെന്റ് വിത്ത് ടെസ്റ്റ് റിസൾട്ട്. ടെസ്റ്റ് റിസൾട്ടിന്റെ ബേസിസിൽ നമുക്ക് ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് കിട്ടാനായിട്ട് ഏത് ഷേപ്പിൽ വേണം നമുക്ക് സ്ട്രെസ് ബ്ലോക്കിനെ അസ്യൂം ചെയ്യാം എന്ന് കൂടി പറയുന്നത്. എന്താണ് സ്ട്രെസ് ബ്ലോക്ക് നോക്കാം. ഈ വരച്ചേക്കുന്നതാണ് നമ്മുടെ സ്ട്രെസ് ഡയഗ്രാമിന്റെ സ്ട്രെസ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഒരു പോർഷന്റെ കാര്യമാണ് അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഈ പോർഷൻ നമ്മളിപ്പോൾ ഒരു പാരബോളിക് ഷേപ്പാണ് ഫോളോ ചെയ്യുന്നത് അല്ലെ. ആദ്യം നമുക്ക് ഇവിടെ വരെ വരുന്ന ഒരു റെക്ടാംഗിൾ ഷേപ്പ് ഉണ്ട്, അതിനുശേഷം ഒരു പാരബോളിക് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പൊ ഇതിനാണ് ഈ ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ബേസ്ഡ് ഓൺ പ്രഡിക്റ്റഡ് സ്ട്രെങ്ത്തിന്റെ എഗ്രിമെന്റ് ടെസ്റ്റ് റിസൾട്ട്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന ഏതാണോ ആ ഷേപ്പിൽ നമുക്ക് സ്ട്രെസ് ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഡെറിവേഷനിലേക്ക് പോകുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, ഇതിന്റെ വാല്യൂസ് ഒരു വാല്യൂ ഉണ്ട്, അതാണ് അടുത്ത അസംഷൻ ആയിട്ട് പറയുന്നത്. For design, the compressive strength of concrete. സാധാരണ compressive strength എത്രയാണ്? FCK നമ്മൾ പറയും അല്ലേ. The characteristic compressive strength is FCK. M20 ആണെങ്കിൽ 20 എന്ന് പറയും. ഡിസൈൻ ആവുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസൈൻ വാല്യൂസിൽ പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നമ്മൾ കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെ, മെറ്റീരിയലിന്റെ സ്ട്രെങ്തിനെ നമ്മൾ ഫാക്ടേഴ്സ് വെച്ച് ഡിവൈഡ് ചെയ്യും. അതേപോലെ തന്നെ ടോട്ടൽ compressive strength ഫുൾ FCK എടുക്കാതെ 0.67 of FCK എടുത്താൽ മതി എന്നാണ് കോഡ് ബുക്കിലെ ഒരു അസംഷൻ. ഓക്കെ, ലിമിറ്റഡ് മെത്തേഡിൽ വേറൊരു അസംഷൻ അതാണ്. ഓക്കെ, അത് കൂടാതെ ഈ ഒരു വാല്യൂവിനെ എന്താ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ആയ 1.5, കോൺക്രീറ്റ് സേഫ്റ്റി ഫാക്ടർ 1.5 ആണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അത് വെച്ച് ഒന്നും കൂടി ഡിവൈഡ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ട്രെസ് ഇൻ കോൺക്രീറ്റ് ഷുഡ് ബി 0.67 FCK ഡിവൈഡഡ് ബൈ 1.5, അതായത് 0.446 FCK എന്നൊരു വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ഇതായിരിക്കണം ഇവിടുത്തെ സ്ട്രെങ്ത്തിന്റെ വാല്യൂ എന്നാണ്, നമുക്ക് സ്ട്രെസിന്റെ വാല്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത് എടുക്കുമ്പോൾ ഈ ഒരു റേഞ്ചിൽ എടുക്കണം എന്ന് കോഡ് ബുക്കിൽ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർസ്. ദാറ്റ് ഈസ് കോൺക്രീറ്റ് വീക്ക് ഇൻ ടെൻഷൻ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. കംപ്രഷൻ ആണ് കൂടുതലും എടുക്കുന്നത്. ടെൻഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുന്നത്. നമ്മൾ RCC PCCയുടെ കമ്പാരിസണിൽ നമ്മൾ നോക്കിയായിരുന്നു. അപ്പൊ ഈ കേസിൽ നമുക്ക് ടെൻഷൻ സോണിൽ ഉള്ള എല്ലാ ടെൻഷനും എന്തെടുക്കും? സ്റ്റീൽ എടുക്കും എന്ന് അസ്യൂം ചെയ്തിട്ട് കോൺക്രീറ്റ് ടെൻഷനെ എടുക്കുന്നില്ല. ടെൻഷൻ കുറച്ച് കോൺക്രീറ്റ് ശരിക്കും ആക്ച്വലി ഷെയർ ചെയ്യുന്നതാണ്, കംപ്ലീറ്റ്ലി സ്റ്റീൽ അല്ല എടുക്കുന്നത്. പക്ഷേ അസംഷൻ നമ്മൾ ഡെറിവേഷൻസിന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള അസംഷൻ എന്ന രീതിയിൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇസ് ഇഗ്നോർഡ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്ട്രെസ് ഇൻ സ്റ്റീൽ ഇസ് ഡിറൈവ്ഡ് ഫ്രം സ്ട്രെസ് സ്ട്രെയിൻ കർവ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റീൽ. ഏത് ടൈപ്പ് സ്റ്റീൽ യൂസ് ചെയ്യുന്നു അതെന്ന് വെച്ചാൽ FY യുടെ വാല്യൂ ആണ്. FY എന്നത് yield strength ആണ്. അപ്പോൾ ഏത് ടൈപ്പ് സ്റ്റീൽ യൂസ് ചെയ്യുന്നു അതനുസരിച്ച് yield strength ഉണ്ടാവും. yield strengthന്റെ ബേസിസിൽ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കോഡ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഫിഗർ നമ്പർ 23A and B രണ്ട് പോർഷനാണ് തന്നിട്ടുണ്ട്. ഈ രണ്ട് പോർഷന്റെ ഈ സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം? നമുക്ക് സ്ട്രെസ് ഇൻ സ്റ്റീലിന്റെ വാല്യൂ നമുക്ക് എടുക്കാം എന്നാണ്. ആ കോഡ് ബുക്കിൽ കൊടുത്തേക്കുന്ന സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? സ്ട്രെസ് ഇൻ സ്റ്റീലിന്റെ വാല്യൂ ഇവിടെ സ്റ്റീലിനകത്തുള്ള സ്ട്രെയിൻ സ്ട്രെസ്സുകൾ കണ്ടുപിടിക്കുന്നത് അതിന്റെ ബേസിസിലായിരിക്കും. ഓക്കെ, അതിന്റെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് അസംഷൻ
മാക്സിമം സ്ട്രെയിൻ ഇൻ ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ്. ടെൻഷൻ റെയിൻഫോഴ്സ്മെന്റ് മാക്സിമം സ്ട്രെയിൻ വരുന്നത് ഇവിടെയാണ്, ഇതിന്റെ സെന്ററിലായിരിക്കും അല്ലെ. അപ്പൊ ആ സ്ട്രെയിനിന്റെ വാല്യൂന്റെ മാക്സിമം വാല്യൂ വരുന്നത്, അതായത് ഈ സൈഡിൽ കണ്ടോ, ഈ സ്ട്രെയിൻ ഇവിടെ നിർത്തി താഴോട്ട് വരയ്ക്കാതെ എന്തുകൊണ്ടാണ്? കോൺക്രീറ്റില് ടെൻഷൻ സോണിൽ സ്ട്രെയിൻ ഒന്നും എടുക്കുന്നില്ല, ടെൻഷൻ സ്ട്രെങ്ത് ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതുകൊണ്ടാണ് സ്ട്രെയിൻ നമുക്ക് ഇവിടെ സ്റ്റീലിൽ വെച്ച് നിർത്തിയിരിക്കുന്നത്. സ്റ്റീലിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എടുക്കേണ്ടത് FY ഡിവൈഡ് ബൈ 1.15 ഇൻറ്റു S പ്ലസ് 0.002 എന്നൊരു വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് FY നമ്മൾ ഈൽഡ് സ്ട്രെസ് ആണ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞു ഈൽഡ് സ്ട്രെസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രെസ് സ്ട്രെയിൻ കർവ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ബേസിസ് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനെ ഡിവൈഡ് ബൈ 1.15 നമ്മൾ ഓൾറെഡി പറഞ്ഞു. പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഫോർ മെറ്റീരിയൽ സ്റ്റീൽ എത്രയാണ്? 1.15 ആണ്. ES എന്ന് വെച്ചാൽ യങ്സ് മോഡൽസ് ഓഫ് സ്റ്റീൽ ആണ്. 0.002 എന്താ? നമ്മൾ ഓൾറെഡി മോസിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ, പ്രൂഫ് സ്ട്രെസ് എന്നതാണ്. അപ്പൊ പ്രൂഫ് സ്ട്രെസ് ആണ് 0.002 എന്ന വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പ്രൂഫ് സ്ട്രെസ് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യണം, നമുക്ക് ഇതിനകത്തുള്ള ഈ 0.002 ആ പ്രൂഫ് സ്ട്രെസ് ആണ്. ബാക്കിയുള്ള വാല്യൂ നമുക്ക് ഇവിടുത്തെ ഈൽഡ് സ്ട്രെങ്ത്തിന്റെ ബേസിസിലാണ് കിട്ടിയിരിക്കുന്നത്. ഡിവൈഡ് ബൈ പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. ഇത്രയാണ് നമ്മുടെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇന്ന് പ്ലെയിൻ സെക്ഷൻ ഷുഡ് ബി റിമീൻസ് പ്ലെയിൻ ഈവൻ ആഫ്റ്റർ ബെൻഡിങ്. സ്ട്രെയിൻ കോൺക്രീറ്റിലെ മാക്സിമം സ്ട്രെയിൻ 0.035 ആയിരിക്കണം. അതേപോലെ സ്ട്രെസ് ബ്ലോക്ക് ഏത് ഷേപ്പ് വേണമെന്ന് കൺസിഡർ ചെയ്യാം, ബേസ്ഡ് ഓൺ ടെസ്റ്റസിന്റെ എഗ്രിമെന്റുമായിട്ട് കൺസിഡർ ചെയ്തിട്ട്. അതേപോലെ തന്നെ കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ മാക്സിമം വാല്യൂ 0.6 SK, അതിനെ ഡിവൈഡ് ബൈ എന്ത് ചെയ്യണം, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ സ്ട്രെസ് സ്ട്രെയിൻ കർവില് അതിന്റെ വാല്യൂ എടുക്കേണ്ട സ്ട്രെസ് സ്ട്രെയിൻ കർവിന്റെ ബേസിലാണെന്നും ലാസ്റ്റ് സ്ട്രെയിനിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്നുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻസ് കൂടി നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം.